അതോടൊപ്പം ഈ കായിക പ്രേമികൾക്കും ഇന്ന് ആവേശത്തിന്റെ ദിവസം തന്നെയാണ്. കേരളത്തിന്റെ IPL അതെ, കേരള ക്രിക്കറ്റ് ലീഗിന്റെ സമാപനം ഇന്നാണ്. പ്രഥമ KCL ചാമ്പ്യന്മാരെ ഇന്നറിയാം. 6:45 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏരീസ് കൊല്ലം സെയിലേഴ്സും ഏറ്റുമുട്ടും. വൈകിട്ട് 6 മണിക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ KCL ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലും കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാനും പങ്കെടുക്കും. വിവരങ്ങളുമായി നിഖിൽ കുമാർ അവിടെ നിന്നും ചേരുന്നുണ്ട്. നിഖിൽ, എങ്ങനെയുണ്ട് KCL ആവേശം? പ്രതിഫല രോഹിണി കഴിഞ്ഞ 16 ദിവസമായി ശരിക്കും അനന്തപുരി ക്രിക്കറ്റ് ആവേശത്തിൽ തന്നെയായിരുന്നു. സെപ്റ്റംബർ 2-ാം തീയതി ആരംഭിച്ച ആ ഒരു കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് സമാപനമാവുകയാണ്. പ്രഥമ ചാമ്പ്യന്മാർ ആരാണ് എന്ന് ഇന്ന് വൈകുന്നേരം നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏരീസ് കൊല്ലം സെയിലേഴ്സും തമ്മിലാണ് ഇന്നത്തെ മത്സരമുള്ളത്. വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം. കാരണം 6 ടീമുകളിൽ നിന്ന് അവസാനത്തെ 2 ടീമുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. 6 ടീമുകൾ തമ്മിൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടം, അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗിലൂടെ IPL-ലേക്ക് പല യുവതാരങ്ങൾക്കും വഴി തുറക്കും എന്നുള്ളത് കൊണ്ട് തന്നെ താരങ്ങളൊക്കെ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഈ ഒരു സീസണിലുടനീളം കാഴ്ചവെച്ച. ഇതിനിടയിൽ 4 മുകളിൽ സെഞ്ചുറികൾ പിറന്ന കാഴ്ചകളുണ്ടായിരുന്നു. സച്ചിൻ ബേബി, വിഷ്ണു വിനോദ്, രോഹൻ കുന്നുമൽ അടക്കമുള്ള താരങ്ങൾ സെഞ്ചുറി നേടുന്ന ഒരു കാഴ്ച. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് വിഷ്ണു വിനോദിന്റെ ഒരു പ്രകടനം തന്നെയാണ്. കാരണം ഒരു 45 പന്തിൽ നിന്ന് 139 എന്നൊരു സ്കോർ, അതായത് ഒരു IPL നമ്മൾ സൂര്യകുമാർ യാദവിന്റെ ഒക്കെ കാണുന്ന തരത്തിലുള്ള പ്രകടനം, അങ്ങനെ ഒരു പ്രകടനം വിഷ്ണു വിനോദിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് രോഹൻ കുന്നുമലിലേക്ക് വന്നാൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് രോഹനാണ്. ആ രോഹന്റെ പ്രകടനത്തിലൂടെ തന്നെയാണ് കാലിക്കറ്റ് ടീം എന്തായാലും ഈ ഒരു ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പറയേണ്ടത് കൊല്ലം ടീമാണ്. അതായത് കാലിക്കറ്റിന്റെ എതിരാളി, ഫൈനലിൽ കാലിക്കറ്റിനെതിരായ കൊല്ലം ടീം, കൊല്ലത്തിന്റെ പ്രകടനം എടുത്തു പറയുന്നതാണ്. കൊല്ലം ബാക്കിയുള്ള ടീമുകളൊക്കെ 1-2 താരങ്ങളെ കേന്ദ്രീകരിച്ചാണ് മത്സരങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കൊല്ലം ടീം പൂർണ്ണമായും അവരുടെ ഒരു ടീം വർക്ക്, ടീം എഫേർട്ട് തന്നെ പറയാം. അതിൽ മുന്നിൽ നയിക്കുന്നത് നായകൻ സച്ചിൻ ബേബി തന്നെയാണ്. സച്ചിൻ ബേബിയുടെ ഓൾറൗണ്ട് പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യത്തെ സെഞ്ചുറിയും സച്ചിൻ ബേബിയുടെ ബാറ്റിൽ നിന്നായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട്, അതിനു മുൻപും ശേഷവും മികച്ച പ്രകടനം ബാറ്റിങ്ങിലും ബോളിങ്ങിലും സച്ചിൻ ബേബി തുടരുന്നുണ്ട്. അവരുടെ ഷറഫുദ്ദീൻ മികച്ചൊരു ഓൾറൗണ്ടർ പ്രകടനം തന്നെ ഷറഫുദ്ദീന്റെ ഭാഗത്തുണ്ടായി. അവരുടെ പ്ലേയിങ് ലെവലിലുള്ള 8ഓളം താരങ്ങൾ പന്തെറിയും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്തും. അങ്ങനെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും വളരെ സന്തുലിതമായി വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചാണ് കൊല്ലം എന്തായാലും ഏരീസ് കൊല്ലം സെയിലേഴ്സ് എന്തായാലും ഫൈനലിലേക്ക് എത്തുന്നത്. ഫൈനലിൽ വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം തന്നെയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. കാരണം ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങോട്ട് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കുറച്ച് വിരളമായിരുന്നു. വലിയ റൺസിലേക്ക് മത്സരങ്ങൾ പോയിരുന്നില്ല. ഇതിന് പിച്ച് ബൗളിങ്ങിന് അനുകൂലമായിരുന്നു. പിന്നീട് ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചിലേക്ക് മാറ്റിയപ്പോൾ വലിയ വെടിക്കെട്ടുകൾ നടക്കുന്നു യുവതാരങ്ങൾക്ക്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, യുവതാരങ്ങൾക്ക് IPL-ലേക്ക് അവസരം എന്നുള്ളതാണ്. കാരണം മുംബൈ ഇന്ത്യൻസിന്റെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും അടക്കമുള്ള ടീമുകളുടെ സ്കൗട്ടേഴ്സ് ഈ ഒരു ലീഗിലുടനീളം, ലീഗ് തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വരെ ഈ ലീഗിലുടനീളം അവർ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി സൗരഭ് തിവാരി, മുൻ ഇന്ത്യൻ താരം കൂടിയായ സൗരഭ് തിവാരി പൂർണ്ണമായും ഇവിടെ ഉണ്ടായിരുന്നു യുവതാരങ്ങളെ അവരുടെ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ അവർ എല്ലാ ടീമിന്റെയും പ്രഥമ ടീമുകളുടെ ഒക്കെ റിക്രൂട്ടേഴ്സ്, അവരുടെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിലെ പ്രകടനം, മികച്ച പ്രകടനം കൊണ്ട് തന്നെ താരങ്ങൾക്ക് വരാനിരിക്കുന്ന IPL മെഗാ താരലേലത്തിൽ IPL ടീമിലേക്കും അതുവഴി ഇന്ത്യൻ ടീമിലേക്കും വഴി തുറക്കും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും ഇന്ന് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ ചാമ്പ്യന്മാരെ ഇന്നറിയാം. വൈകുന്നേരം 6:45 ഫൈനൽ മത്സരം നടക്കുന്നത്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം, 6 മണിയോടുകൂടി ഈ ഫൈനലിന് മുന്നോടിയായി ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. KCL-ന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ മോഹൻലാലാണ് അത് മുഖ്യ അതിഥിയായി എത്തുന്നത്. അപ്പോൾ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൂരജ് സന്തോഷിന്റെ ഒരു സംഗീത നിശയും ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 16 ദിവസമായി അനന്തപുരി അക്ഷരാർത്ഥത്തിൽ ഒരു ക്രിക്കറ്റ് പൂരത്തിൽ തന്നെയായിരുന്നു. ഇന്നെന്തായാലും ആറന്മുള വള്ളംകളി നടക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിന് പുലികളി ഇറങ്ങുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അനന്തപുരിയിൽ എന്തായാലും ക്രിക്കറ്റ് പൂരത്തിനും ഇന്ന് തിരശീല വീഴുകയാണ്. നിഖിൽ കുമാറാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.